എങ്ങനെ തോന്നി മിസ്റ്റർ പിണറായി വിജയൻ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് തന്നെയാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത്. എന്നെ എത്ര വിമർശിച്ചാലും ഒരു പ്രശ്നവുമില്ല. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, വാൽപ്പാറയിൽ അപകടത്തിൽ ഞാനും നിങ്ങളും കരഞ്ഞു. അപ്പോൾ അവിടെ വി ശിവൻകുട്ടി, പിണറായി വിജയന് തുടങ്ങിയ വലിയ വലിയ നേതാക്കൾ എന്ത് പറഞ്ഞു? മരിച്ചുപോയവരുടെ കുടുംബത്തിന് ഞങ്ങൾ അത്ര കൊടുക്കും, ഇത്ര കൊടുക്കും. ജീവിച്ചിരിപ്പുള്ള ആകെ 2 പേർ ജീവിച്ചിരിപ്പുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചെലവിനുള്ള പൈസ ഞങ്ങൾ കൊടുക്കും എന്നല്ലേ പറഞ്ഞത്. മീഡിയാസിന് മുമ്പിൽ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ, 4 മൈക്കിയുടെ മുമ്പിൽ ഇവറ്റകൾ പറഞ്ഞത് ഞങ്ങൾ നോയിക്കോളാം, എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ നോയിക്കോളാം എന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ ആ മനുഷ്യന്മാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ്. ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു രംഗമുണ്ട്, അതും നിങ്ങൾ കേൾക്കണം. അതിനുശേഷം അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് നാണമുണ്ടോ? കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും ഈ സമയത്ത് ഞാൻ ഇങ്ങനെ തന്നെ പറയും. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ദൈവമേ ജീവിക്കണേ. ആ ഒരു മനുഷ്യൻ നോക്കൂ നിങ്ങൾ. വാൽപ്പാറ ദുരന്തം, ഡ്രൈവർ ഫാഹിസിന് ഗുരുതരാവസ്ഥയിൽ, അതായത് ഭയങ്കരപ്പെട്ട അവസ്ഥയിലാണ്. തിരിഞ്ഞു നോക്കുന്നില്ല സർക്കാർ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെറിയൊരു തലവേദനക്ക് നമ്മൾ പോയാൽ എത്രയാവുന്നുണ്ട് ബില്ല്? ഇപ്പോൾ ഈ പൊന്നുമോന് എത്ര പൈസയാവും ബില്ല്? സർക്കാർ പറഞ്ഞത് മാത്രം, വാഗ്ദാനം മാത്രം. ഇവറ്റകൾ എല്ലാത്തിനും അങ്ങ് വാഗ്ദാനം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ മരിച്ചുപോയുടെ കുടുംബത്തിന് 5 ലക്ഷം 10 ലക്ഷം ഒരു പ്രഖ്യാപനം പ്രഖ്യാപിക്കുന്നു. ഒരാൾക്കെങ്കിലും ഇവറ്റകൾ കൊടുക്കുന്നുണ്ടോ? എന്തിനു വേണം സ്കൂൾ സ്കോളർഷിപ്പ്? 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ കൊടുക്കണമെങ്കിൽ 150 സർട്ടിഫിക്കറ്റ് വേണ്ട ഇവറ്റകൾക്ക്. ഇത് ഇനി നമ്മൾ ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു വാർത്തയുടെ ക്ലിപ്പ് ഒന്ന് കേൾക്കണം. ഇവറ്റകൾ ചതിച്ചത്, കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തത്, അതിനുശേഷം ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു ഭാഗം ഞാൻ വെച്ചു തരാം. ഓക്കെ. 10 പേരുടെ ജീവൻ നഷ്ടമായ വാൽപ്പാറ അപകടം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും സർക്കാർ ധനസഹായം കിട്ടിയില്ല. പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 2 പേർക്കും തുടർ ചികിത്സയ്ക്ക് വേണ്ട സഹായവും സർക്കാർ നൽകിയില്ലെന്നാണ് പരാതി. വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ മഞ്ഞളാംകുഴി അലി MLA-യുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. വിദ്യാഭ്യാസ മന്ത്രിയോട് ഉൾപ്പെടെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ അനുകൂല നടപടി ഉണ്ടായില്ല. പരിക്കേറ്റവർക്കോ പണമില്ലാതെ ചികിത്സ മുടങ്ങാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും അലി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയോ അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്കുള്ള സാമ്പത്തിക സഹായം ഒന്നും ഇതുവരെ ലഭിച്ചില്ല. ഇവിടെ ഒരു സർവകക്ഷി യോഗം ചേർന്നിരുന്നു. അതിനുശേഷം മഞ്ഞളാംകുഴി അലി തന്നെ അക്കാര്യത്തിൽ പറയും. ഒരു സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല, ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല, ഒരു സഹായം ലഭിച്ചിട്ടില്ല. ഞങ്ങൾ എല്ലാവരും കൂടി എടുത്തിട്ടാണ് ഇപ്പോൾ ഈ കുട്ടികളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. വളരെ വലിയ സംഖ്യകളൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പണമില്ലാത്തതിൻ്റെ പേരിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും മുടങ്ങിയിട്ടില്ല. നാട്ടുകാരെല്ലാവരോടും സഹായിച്ചിട്ട് അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ ചികിത്സാ ചെലവ് വരുന്നതാണ് കുടുംബമൊക്കെ പറയുന്നത്. ഒരു സാമ്പത്തികമായിട്ട് ആളുകളില്ലാത്ത ആളുകളാണ്. പണമില്ലാത്തതിൻ്റെ പേരിൽ അവർ ട്രീറ്റ്മെൻറ്റ് മുടങ്ങില്ല എന്ന് ഞങ്ങൾ അവരെ അഷ്യൂർ ചെയ്തിട്ടുണ്ട്. മതിയല്ലോ, വേറെ അല്ല. പണമില്ലാത്തതിൻ്റെ പേരിൽ അവർ ട്രീറ്റ്മെൻറ്റ് മുടങ്ങില്ല എന്ന് ഞങ്ങൾ അവരോട് അഷ്യൂർ ചെയ്തിട്ടുണ്ട്. മരിച്ചവരുടെ കാര്യത്തിലും അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ കാര്യത്തിലും ഈ സാമ്പത്തിക സഹായവും നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ സർക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും? ഇതുവരെയും ഒക്കെ നോക്കാം, ചെയ്യാമെന്ന് പറയാമെന്നല്ലാതെ കൃത്യമായിട്ട് എന്താണ് ചെയ്യാമെന്നല്ല, എന്താണ് പറയാമെന്ന് ഇതുവരെയും പറഞ്ഞില്ല. ഞാൻ ഇന്നലെയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹമാണ് ഇവിടെ സ്ഥലം സന്ദർശിച്ച്, അദ്ദേഹമാണെന്ന് വാക്ക് പറഞ്ഞത്. അപ്പോൾ ഇതുവരെയും അദ്ദേഹത്തോട് ഞാൻ നല്ല സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്നും മുഖ്യമന്ത്രിയെ വീണ്ടും കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ആ പേപ്പറുകളൊക്കെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതുവരെ അതിനൊരു സ്പീഡിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ട് സത്യം. ഞങ്ങൾ അന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കിട്ടിയെന്നുള്ള അപ്പം തന്നെ എനിക്ക് ഇത് വന്നു. പക്ഷേ അതിൻ്റെ മുകളിൽ ഒരു ആക്ഷനും വന്നിട്ടില്ല. ഒരു കാര്യം പറയുകയാണ്, പൊന്നു പിണറായി വിജയൻ സർക്കാരെ, നിങ്ങളൊരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് പൊന്നു എന്ന് വിളിക്കുന്നത്, അല്ല നിങ്ങളോട് വലിയ സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇലക്ഷനിന് എത്ര കോടിയാണ് നിങ്ങൾ ചെലവാക്കിയത്? 1000 കോടി നിങ്ങൾ ചെലവാക്കിയിട്ടില്ലേ? ഈ പൊന്നുമോന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇത്തിരിയെങ്കിലും പൈസ കൊടുത്തൂടെ മിസ്റ്റർ പിണറായി വിജയൻ? എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, മരിച്ചുപോയ ആ കുടുംബത്തിന് അത്ര കൊടുക്കാം, ഇത്ര കൊടുക്കാം. ഇത് യവന്മാർ ഇന്നലെ അല്ല തുടങ്ങിയത്. ഏത് വീട്ടിൽ ഒരു അപകടത്തിൽ മരിച്ചാലും വാഗ്ദാനം വരുന്നുണ്ട്. 10 ലക്ഷം കൊടുക്കാം, 20 ലക്ഷം കൊടുക്കാം. 1 രൂപ പോലും ഇവറ്റകൾ കൊടുക്കുന്നുണ്ടോ? നാണമുണ്ടോ ഇവറ്റകൾക്ക്? എങ്ങനെ മനസ്സ് വരുന്നു? പാവം, നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണ് എങ്ങനെയെങ്കിലും ആ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ നാട്ടിലേക്ക് എന്തിനാണ് കൊണ്ടുവന്നത് ഈ പൊന്നുമോനെ? അവിടെ ഉറപ്പായിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല. അവിടെയൊക്കെ ഡോക്ടർമാർ, കഴിഞ്ഞ സ്കൂൾ ഡ്രൈവർ മരിച്ചത് എങ്ങനെയാണ്? അപകടത്തിന്റെ സമയത്ത് ഈ പൊന്നുമോൻ മരണത്തിൽ മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് ഡോക്ടറെ ഒന്ന് വാ എന്ന് വിളിക്കുമ്പോൾ ആ പണ്ടാരം, ആ വൃത്തികെട്ട തെമ്മാടിയായ ഡോക്ടർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെയാണ് ആ ഒരു പൊന്നുമോൻ മരിച്ചത്. ഇവിടെ നോക്കൂ,
ചികിത്സക്ക് 1 രൂപ പോലും കൊടുക്കുന്നില്ല പിണറായി സർക്കാർ. എത്ര പൈസ എങ്ങനെയൊക്കെ ചെലവാക്കുന്നുണ്ട്? നാണമുണ്ടോ? എലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ, എത്ര പൈസയാണ് എലക്ഷന്റെ പേരിൽ ചെലവാക്കിയത്? ഇങ്ങനെയുള്ള കുടുംബത്തിന് പൈസ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ പ്രഖ്യാപിക്കുന്നുണ്ട് മൈക്കയുടെ മുമ്പിൽ. ഇവറ്റകൾ വലിയ എന്തോ സംഭവമല്ലേ ഇതിപ്പോ? ഒരു കാര്യം പറയാം, നരേന്ദ്രമോദി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും VD സതീശനാണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും ഇത്തരത്തിൽ വൃത്തികേട് ചെയ്താൽ ഉറപ്പായിട്ടും പ്രതികരിക്കുക തന്നെ ചെയ്യും. ഓക്കെ നമുക്ക് ആ ഒരു ഉമ്മ, അതായത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് അപകടത്തെ കുറിച്ചിട്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോൾ? കാലിന് ഇന്ന് സർജറി വേണം പറഞ്ഞതായതുകൊണ്ട് പിന്നെ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് 5 ദിവസത്തിന്. ഇപ്പോൾ നടുവിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞിട്ട്, നട്ടെല്ലിന്. അപ്പോൾ 5 ദിവസത്തിന് മാറ്റി വെച്ച് ഇപ്പോൾ രക്തം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. രക്തത്തിന് കമ്മിയുണ്ട് പറഞ്ഞപ്പോൾ ഇപ്പോൾ 3 കുപ്പി കയറ്റി കഴിഞ്ഞു. ഇപ്പോൾ ഒരാളും കൂടി വേണം പറഞ്ഞിട്ട് വേറൊരാളും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അവരെ രക്തം എടുത്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? സംസാരമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവനെല്ലാതും ഓർമ്മ ഉണ്ട്, അവിടെ സംഭവിച്ചതൊക്കെ ഓർമ്മ ഉണ്ട്. അത് തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഭയമൊന്നും അവൻ്റെ മനസ്സിൽ മുഖത്ത് കാണുന്നില്ല എന്നാ പറയുന്നത് എല്ലാവരും. അവൻ്റെ വർത്താനം നല്ല എനർജി ആയിട്ടാണ് വർത്താനം. ഇല്ല, അതറിഞ്ഞിട്ടില്ല. പക്ഷെ അവർ ബോഡി കിട്ടിയിട്ടില്ല, സാജിദയുടെ ബോഡി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്താ ബോഡി എന്നൊന്നും അവനക്ക് അറിയില്ല. ഉമ്മയുടെ ബോഡി കിട്ടിയോ, അമ്മച്ചി ഇവിടെ വീട്ടിലുണ്ടോ എന്നൊക്കെയാണ് അവൻ ചോദിക്കണത്. സർക്കാരിന് പറയുന്നത് എന്താ വെച്ചാൽ ടീച്ചർമാരും അവരെ കൂടെയാണല്ലോ സാജിദ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ സർക്കാരിൻ്റെ എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടും. നമുക്കിവിടെ ഉപജീവനം എങ്ങനെയാണ് ഇനിയിപ്പോൾ? സാജിദ ഒറ്റ ജോലി കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. ഈ വീട്ടിൽ ഉമ്മയും അവൾ മാത്രമാണ് പിന്നെ ഉള്ളത്. അവളെ ഒറ്റ ജോലി കൊണ്ട് തന്നെയാണ് ഈ കുടുംബം കഴിഞ്ഞ് പോണത്. അപ്പോൾ മോൻ്റെ ചികിത്സ സർക്കാർ ഏറ്റെടുത്താലും പിന്നെയും സഹായങ്ങളൊക്കെ ആവശ്യം വരില്ലേ? പിന്നെന്താ, വേണ്ടി വരും. എൻ്റെ കുട്ടികൾ പഠിക്കാനും എല്ലാത്തിനും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, പിന്നീടുള്ള ജീവിതത്തിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവനക്ക് സർക്കാരിൻ്റെ സഹായം നിർബന്ധമായിട്ടും വേണ്ടി വരും. സർക്കാർ പരിഗണിക്കുന്നത് പ്രതീക്ഷിക്കല്ലേ? ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾ കേട്ടു. ഇത് 2-3 ദിവസം മുമ്പത്തെ വീഡിയോ ആണ്. മോൻ്റെ ഈ പറയുന്ന ഇത് രക്ഷപ്പെട്ട മറ്റൊരു പയ്യന്റെ ഉമ്മയല്ല, ബന്ധുവാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഹോസ്പിറ്റൽ ചെലവൊക്കെ സർക്കാർ ഏറ്റെടുത്താലും ബാക്കി എന്ത് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഹോസ്പിറ്റൽ ചെലവ് പോലും സർക്കാർ നോക്കുന്നില്ല എന്നല്ലേ. കുടുംബം ഏഷ്യാനെറ്റ് ന്യൂസിൽ വാർത്ത വരണമെങ്കിൽ അത്രയും കാഞ്ഞിട്ടുണ്ട്. പ്രഖ്യാപിച്ചിട്ട് മുങ്ങുകയാണ്. എൻ്റെ പൊന്നു ഈ പറയുന്ന പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്. പിണറായി വിജയ, ഈ കേരളത്തിൽ ഞങ്ങൾ തരുന്ന നികുതിയല്ലേ അവിടെ ഖജനാവിലുള്ളത്? ഖജനാവിൽ എന്തും ഇല്ലെന്നാണ് ചിലർ പറയുന്നത്. എല്ലാം ഈ അങ്ങേരെ മുക്കിയിട്ട് തീർന്നു എന്നാണ്. പൊന്നു പിണറായി വിജയനോട് ഒരൊറ്റ കാര്യം പറയുകയാണ്, സ്നേഹത്തിൽ പറയുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാവങ്ങൾ കൊടുക്കണം. ഈ പാവങ്ങൾക്കല്ലാതെ പിന്നെ എന്തിനാണ്? ഈ പാവങ്ങൾക്ക് മിനിമം മരിച്ചുപോയവരുടെ കുടുംബത്തിന് 1 കോടി വെച്ചിട്ട് കൊടുക്കണം മിസ്റ്റർ പിണറായി വിജയൻ. ഇത്ര പൈസയുണ്ട്, ആയിരക്കണക്കിന് കോടി എലക്ഷന്റെ പേരിൽ നിങ്ങളൊക്കെ ചെലവാക്കുന്നില്ലേ? 1 കോടിയിൽ 1 രൂപ കുറയാതെ മരിച്ചുപോയവരുടെ കുടുംബത്തിൽ കൊടുക്കണം. മിനിമം ജീവിച്ചിരിക്കുന്നവരുടെ 2 പേരല്ലേ ജീവിച്ചിരിക്കുന്ന, അവർക്ക് മിനിമം 50 ലക്ഷമെങ്കിലും കൊടുക്കണം. അതിനുശേഷം എല്ലാ ഇതും, അതായത് ഈ പറയുന്ന ഹോസ്പിറ്റൽ ചെലവ്, A to Z ചെലവ് നിങ്ങൾ വഹിക്കണം മിസ്റ്റർ പിണറായി വിജയൻ. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ പണിക്ക് പോയിട്ട് മണ്ണ് പുറത്തിട്ട്, അല്ലെങ്കിൽ ഡാമാറിന്റെ പണിക്ക് നിങ്ങൾ പോയിട്ട് അങ്ങനെ കൊടുക്കണമെന്നല്ല പറയുന്നത്. ഞങ്ങൾ തരുന്ന നികുതി പൈസയിൽ നിന്ന് നിങ്ങൾ കൊടുക്കണമെന്നാണ് മിസ്റ്റർ പിണറായി വിജയൻ പറയുന്നത്. പറഞ്ഞാൽ കൂടിപ്പോകാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.